ഹരിയാനയിൽ കോൺഗ്രസിന് വേണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ താരത്തെ കണ്ട് ജനങ്ങൾ ഒന്നടങ്കം ഞെട്ടി. പ്രത്യേകിച്ച് യുവാക്കൾ. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ക്രിക്കറ്റ് താരം വീരേന്ദ്ര സേവാഗാണ്. തോഷോ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ ആനന്ദ് ചൗധരിക്ക് വേണ്ടിയാണ് സേവാഗ് വോട്ട് തേടിയത്. സേവാഗിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അനിരുദ്ധ് ചൗധരിയെ തന്റെ സഹോദരൻ എന്നാണ് സേവാഗ് അഭിസംബോധന ചെയ്തത്. മുൻ ഹരിയാന മുഖ്യമന്ത്രി ബൻസിലാലിന്റെ മകനും മുൻ BCCI അധ്യക്ഷനുമായ രൺബീർ മഹേന്ദ്രയുടെ മകനാണ് ആനന്ദ് ചൗധരി. തന്റെ ബന്ധു കൂടിയായ ശ്രുതി ചൗധരിക്കെതിരെയാണ് ആനന്ദിന്റെ പോരാട്ടം. തന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് രൺബീർ മഹേന്ദ്രയെന്നും തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണിതെന്നും പ്രചരണത്തിനിടെ സേവാഗ് പറഞ്ഞു. തന്റെ ജ്യേഷ്ഠ സഹോദരനായ ആനന്ദ് ചൗധരിയെ സഹായിക്കാൻ തനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. തോഷം മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളോടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നാണ് സേവാഗ് പറഞ്ഞത്. അതേസമയം മണ്ഡലത്തിൽ വിജയിക്കാനാകുമെന്ന് ആനന്ദ് ചൗധരി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. BJPക്കെതിരെ മണ്ഡലത്തിൽ വിജയം നേടാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമാണ് രുചിച്ചത്. വികസനം സംസ്ഥാനത്ത് നടപ്പായില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം സേവാഗ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയതിൽ അമ്പരപ്പ് അറിയിക്കുകയാണ് ആരാധകർ. തികച്ചും സർപ്രൈസ് ആയി പോയി എന്നാണ് പലരും എക്സിൽ കുറിച്ചത്. കോൺഗ്രസിന് വേണ്ടി സേവാഗ് പ്രചരണത്തിനിറങ്ങിയത് പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് ചിലരുടെ പ്രതികരണം. കായിക താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എപ്പോഴും കൗതുകമുള്ള കാഴ്ചയാണ്. സേവാഗ് എങ്ങനെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നത് കാത്തിരുന്നു കാണാമെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഇത്തവണ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നേടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. BJPയിലെ വിമത നീക്കത്തിലും കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഹരിയാനയിൽ 10 വർഷത്തെ BJP ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലേറുമോ അതോ BJPക്ക് ഭരണ തുടർച്ച ലഭിക്കുമോ എന്ന ചോദ്യവും ശക്തമാണ്. പ്രീപോൾ സർവേകളെല്ലാം സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂല സാധ്യതയാണ് പ്രവചിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് വിഹിതം കുത്തനെ ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. BJP പക്ഷേ വലിയ തിരിച്ചടിയായിരുന്നു നേരിട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങളിലാണ് BJP കണ്ണുവെക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിനിടയിലും ജാട്ട് ഇതര വോട്ടുകൾ ഏകീകരിക്കാനായാൽ ഭരണം പിടിക്കാമെന്നാണ് BJP കരുതുന്നത്. ജാട്ട് സമുദായക്കാർക്ക് അധികാരം ലഭിക്കുന്നതിൽ മറ്റു വിഭാഗക്കാർക്ക് കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 2014 അധികാരത്തിലേറിയതിന് പിന്നാലെ ജാട്ട് ഇതര സമുദായങ്ങളുടെ പിന്തുണ അരക്കിട്ടുറപ്പിക്കാൻ പഞ്ചാബിക്കാരനായ മനോഹർ ലാൽ ഖട്ടറിനെ BJP മുഖ്യമന്ത്രിയായി നിയോഗിച്ചത്. ഭരണ തുടർച്ച ലഭിച്ചപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യൻ. എന്നാൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയെ മാറ്റി OBC വിഭാഗത്തിൽ നിന്നുള്ള നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഈ മാറ്റം സാധിക്കുമെന്ന് BJP കരുതുന്നുണ്ട്. ജാട്ട് വിഭാഗക്കാരോടുള്ള മറ്റു വിഭാഗങ്ങളുടെ അമർഷവും ഗുണകരമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ വീണ്ടും മനോഹർ ലാൽ ഖട്ടർ മുഖ്യമന്ത്രിയാകുമെന്ന വിലയിരുത്തൽ നിലവിലുണ്ട്. ജാട്ട് വിഭാഗക്കാരൻ വീണ്ടും അധികാരത്തിലേറുന്നതോടെ സംസ്ഥാനത്ത് സമുദായത്തിന്റെ ഗുണ്ടായിസം വീണ്ടും കാണേണ്ടി വരുമെന്നാണ് ചില ബ്രാഹ്മണ സമുദായാംഗങ്ങളുടെ വിമർശനം. ഈ വികാരം ശക്തമാണെന്നും അതുകൊണ്ട് തന്നെ അവസാന നിമിഷം കാര്യങ്ങൾ BJPക്ക് അനുകൂലമായിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ജാട്ട് സമുദായത്തിന്റെ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് പോകുമെന്ന് കരുതരുതെന്നാണ് ചില സമുദായാംഗങ്ങൾ പറയുന്നത്. തങ്ങളുടെ കൂട്ടത്തിലും BJPയെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ ഉണ്ടെന്നും ഇവർ പറയുന്നു. ഇതാണ് BJPയുടെ പ്രതീക്ഷ.